വാർത്താമഴയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പരിശോധിക്കാം വാർത്തകൾ വിശദമായി. 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ നിന്ന് പിന്മാറി പാകിസ്ഥാൻ. ലോകകപ്പ് ബഹിഷ്കരിക്കില്ല. ലോകകപ്പിൽ കളിക്കാൻ ടീമിന് പാക് സർക്കാർ അനുമതി നൽകി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ദിൽന മധു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ദിൽന, ഇതിപ്പോൾ ഇന്ത്യയുമായി കളിക്കാൻ തയ്യാറല്ല എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ICCയുടെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് നിലവിൽ വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ടീമിനെ മാത്രം അല്ലെങ്കിൽ ഒരു ടീമിന്റെ ആവശ്യം മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ ICC തയ്യാറാകുമോ? അതല്ല പാകിസ്ഥാന് പുറത്തു പോകേണ്ടി വരുമോ? ICCയുടെ നിലപാട് ഈ വിഷയത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അതെന്തായിരിക്കുമെന്നത് വളരെ നിർണായകമാണ് ഇക്കാര്യത്തിൽ. എന്തായാലും ഈ വരുന്ന ശനിയാഴ്ച 7-ാം തീയതി ICC T20 ലോകകപ്പ് തുടങ്ങാനിരിക്കെയാണ് പാകിസ്ഥാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇങ്ങനൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ലോകകപ്പ് ആകെ പാകിസ്ഥാൻ ബഹിഷ്കരിച്ചേക്കും എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ലോകകപ്പ് ബഹിഷ്കരിക്കില്ല, ലോകകപ്പിൽ പാകിസ്ഥാൻ കളിക്കും. പക്ഷേ ഇന്ത്യക്കെതിരെ ഫെബ്രുവരി 15 നിശ്ചയിച്ചിരിക്കുന്ന മത്സരം തങ്ങൾ കളിക്കില്ല എന്നാണ്. കൊളംബോയിലാണ് ഈ മത്സരം നടക്കേണ്ടിയിരുന്നത്. പാകിസ്ഥാന്റെ എല്ലാ മത്സരങ്ങളും ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ ഗ്രൂപ്പിൽ പാകിസ്ഥാന്റെ എല്ലാ മത്സരങ്ങളും ശ്രീലങ്കയിലാണ് നടക്കുന്നത്. എന്നാൽ ശ്രീലങ്കയിലാണെങ്കിൽ പോലും ഇന്ത്യക്കെതിരെ മത്സരിക്കില്ല എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ബംഗ്ലാദേശുമുള്ള ഈ തർക്കത്തിന് ശേഷം ഇന്ത്യയിൽ കളിക്കാൻ പറ്റില്ല എന്ന് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം പറയുകയും അങ്ങനെയാണെങ്കിൽ ഈ ലോകകപ്പിൽ തങ്ങൾ കളിക്കേണ്ട എന്ന നിലപാട് ബംഗ്ലാദേശിനോട് ICC പറയുകയും ചെയ്തിരുന്നു. ഇതിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമിനോട് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനോടുള്ള ഒരു ഐക്യദാർഢ്യം എന്ന നിലയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം പാകിസ്ഥാൻ സർക്കാർ എടുത്തിട്ടുള്ളത്. ഇതിൽ എന്തായിരിക്കും ICC നിലപാട് എന്നത് വളരെ നിർണായകമാണ്. ഇതിനു മുമ്പ് 1996 ക്രിക്കറ്റ് ലോകകപ്പിലെല്ലാം ഈ രീതിയിലുള്ള ബഹിഷ്കരണം ഏകപക്ഷീയമായിട്ടുണ്ടായിട്ടുണ്ട്. അതായത് ശ്രീലങ്കയിൽ സുരക്ഷാ പ്രശ്നമുണ്ട് എന്ന് കാണിച്ച് ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും ആ ലോകകപ്പിൽ ശ്രീലങ്കയിലെ മത്സരങ്ങൾ കളിച്ചിരുന്നില്ല. അതിൽ ICC ഒരു പ്രത്യേക നിലപാടെടുത്തിരുന്നില്ല. മറിച്ച് ശ്രീലങ്കയ്ക്ക് മുഴുവൻ പോയിന്റും നൽകിക്കൊണ്ടുള്ള തീരുമാനമായിരുന്നു അന്ന് ICC എടുത്തത്. ഇന്ന് ഈ വിഷയത്തിൽ നിലപാട് പാകിസ്ഥാന്റെ ഈ നിലപാടിനെതിരെ എന്ത് തീരുമാനമെടുക്കും ICC എന്നത് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അത് വളരെ നിർണായകമാണ്. ഈ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഗ്രൂപ്പിൽ മറ്റു 3 ടീമുകൾ നെതർലൻഡ്സും നമീബിയയും അതുപോലെ തന്നെ USA ഉൾപ്പെടെയുള്ള ഗ്രൂപ്പിലാണ്. അവിടെ വലിയൊരു വെല്ലുവിളിയില്ല. ഈ ഒരു മത്സരം ഇന്ത്യക്കെതിരെ കളിച്ചില്ല എങ്കിൽ പോലും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പാകിസ്ഥാന് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. എന്തായാലും ഇതിൽ ഇനിയുള്ള തുടർ നിലപാട് എന്തായിരിക്കും ICC സ്വീകരിക്കുക എന്നത് വളരെ നിർണായകമാണ്. അമൃത, ശരി, ഇന്ത്യക്കെതിരെ മത്സരിക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് പാകിസ്ഥാനുള്ളത്. വിവരങ്ങളാണ് ദിൽന മധു പങ്കുവച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെഞ്ചുവേദന അനുഭവപ്പെട്ട തന്ത്രിക്ക് നാളെ ആൻജിയോഗ്രാം ചെയ്യും. മെഡിക്കൽ കോളേജിലെ ജയിൽ സെല്ലിലാണ് തന്ത്രിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മെഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മെഘ്ന, ജയിലിലുള്ളപ്പോൾ തന്ത്രിക്ക് ഇത്തരത്തിൽ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. നിലവിൽ എന്താണ് ആരോഗ്യാവസ്ഥ? ആൻജിയോഗ്രാം അത് നാളെ തന്നെ ഉണ്ടാകുമോ? അമൃത, തന്ത്രി കണ്ഠരര് രാജീവരെ റിമാൻഡിലായതിനു ശേഷം തൊട്ടു പിന്നാലെയാണ് ദേഹാസ്വസ്ഥം അനുഭവപ്പെടുന്നത്. അതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സിക്കുകയും ചെയ്തതാണ്. ആ സമയമാണ് ആൻജിയോഗ്രാമിന് ഡോക്ടർമാർ നിർദ്ദേശം നൽകിയത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നാളെയാണ് ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡേറ്റ് നൽകിയിരിക്കുന്നത്. ആൻജിയോഗ്രാം ചെയ്യുന്നതിനായി തന്നെയാണ് ഇന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിൽ മെഡിക്കൽ കോളേജിലെ ജയിൽ സെല്ലിലാണ് അഡ്മിറ്റ് ചെയ്തത്. പിന്നീട് ഇതിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായിട്ടുള്ള റിമാൻഡിലായിട്ടുള്ള പ്രധാന പ്രതികൾ ഒന്നാണ് തന്ത്രി കണ്ഠരര് രാജീവര്. അത് റിമാൻഡിലായതിനു ശേഷം ആദ്യം തന്നെ ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയും പിന്നീട് ഡോക്ടറെ കാണിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ആൻജിയോഗ്രാം ചെയ്യാനുള്ള ഒരു നിർദ്ദേശവും നൽകിയത്. എന്തായാലും SIT കണ്ടെത്തിയിരിക്കുന്നത് ഗുരുതര കണ്ടെത്തലുകളാണ്. അതിൽ ഈ ശബരിമല സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കി മാറ്റിയതിലൊരു അറിവ്, മൗനകരമായിട്ടുള്ളൊരു അറിവ് തന്ത്രിക്കുണ്ട് എന്നുള്ളതാണ് SITയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അമൃത, മെഘ്ന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിന് കടുത്ത അവഗണനയുമായി 3ാം മോദി സർക്കാരിന്റെ 3ാം ബജറ്റ്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അതിവേഗ റെയിൽപാതയോ എയിംസോ പ്രഖ്യാപിക്കാതെയുള്ള ബജറ്റിൽ കേരളത്തിന് സമ്പൂർണ്ണ നിരാശയാണ്. BJP അധികാരത്തിലെത്തിയ തിരുവനന്തപുരം കോർപ്പറേഷനും ബജറ്റിൽ പ്രത്യേക പദ്ധതികളില്ല. സംസ്ഥാനത്തെ ഉൾപ്പെടുത്തി ധാതു ഇടനാഴി പ്രഖ്യാപിച്ചതാണ് ബജറ്റ് പ്രസംഗത്തിൽ കേരളത്തിനുള്ള ചെറിയ നേട്ടം. നികുതി വിഹിതത്തിലെ നേരിയ വർധനവുമുണ്ട്. Turtle trails along key nesting sites in the coastal areas of Odisha, Karnataka and Kerala. കേരളത്തിന്റെ ആവശ്യം അതിവേഗപാത. കിട്ടിയത് കടലാമ പരിപാലന പദ്ധതി. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് സമ്പൂർണ്ണ അവഗണന. അതിവേഗ റെയിൽപാത, എയിംസ്, വിഴിഞ്ഞം വികസനം, ശബരിപാത, പ്രത്യേക സാമ്പത്തിക പാക്കേജ് തുടങ്ങി കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നും നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ ഇടം പിടിച്ചില്ല. 7 അതിവേഗ റെയിൽ ഇടനാഴികൾ പ്രഖ്യാപിച്ചെങ്കിലും സംസ്ഥാനം ഒഴിവാക്കപ്പെട്ടു. ധാതുഖനന ഇടനാഴിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയെങ്കിലും ഇതേ പ്രഖ്യാപനം സംസ്ഥാന ബജറ്റിലും ഉണ്ടായിരുന്നു. The mineral rich states of Odisha, Kerala, Andhra Pradesh and Tamil Nadu to establish dedicated rare earth corridors
to promote mining, processing, research and manufacturing. നാളികേര വികസനത്തിനും കൊക്കോ കശുവണ്ടി കൃഷി എന്നിവയ്ക്കും ബജറ്റിൽ പ്രഖ്യാപനമുള്ളത് കേരളത്തിന് നേട്ടമാകും എന്നാണ് പ്രതീക്ഷ. പഴയ തെങ്ങുകൾ വെട്ടിമാറ്റി പുതിയ തൈകൾ വയ്ക്കുന്നതിന് പദ്ധതി നടപ്പിലാക്കും. കശുവണ്ടി കൊക്കോ ഉൽപ്പന്നങ്ങളെ ആഗോള ബ്രാൻഡാക്കി മാറ്റുമെന്നും പ്രഖ്യാപനം. Indian cashew and cocoa to make India self-reliant in raw cashew and coconut production and processing, enhance export competitiveness and transform Indian cashew and Indian cocoa into premium global brands by 2030. BJP അധികാരത്തിലെത്തിയ തിരുവനന്തപുരം കോർപ്പറേഷന് പ്രത്യേകം പദ്ധതികളും ബജറ്റിലില്ല. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വർദ്ധിപ്പിച്ചതിന്റെ ചെറിയ ആശ്വാസം കേരളത്തിനും ലഭിക്കും. കേരളത്തിന് ഈ സാമ്പത്തിക വർഷം 36,355 കോടി രൂപ ലഭിക്കും. 24 ഡൽഹി. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ബജറ്റ് അവഗണനയിൽ കേന്ദ്രത്തിനെ കടന്നാക്രമിച്ച നേതാക്കൾ. കേരളത്തോടുള്ള അവഗണന എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കുകയാണെന്ന് വിമർശിച്ചു. കേരളത്തിന് ആമയും തേങ്ങയും മാത്രമാണ് കിട്ടിയതെന്ന് പ്രതിപക്ഷവും തുറന്നടിച്ചു. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തെ അവഗണിച്ചത് എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം. എയിംസ്, വിഴിഞ്ഞം, റെയിൽവേയുടെ നാഴി തുടങ്ങി കേരളത്തിന്റെ ആവശ്യങ്ങൾ അപ്പാടെ തഴയപ്പെട്ടെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര ബജറ്റിൽ നിന്ന് അവതരിപ്പിച്ചതോടെ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് പൂർണ്ണ ബോധവാന്മാരായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെയാണ് കർണാടകയുടെ ഏറ്റവും നല്ല ആവാസ കേന്ദ്രം. അത് സംരക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷെ അതാണ് പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു. തമിഴ്നാടിനും കർണാടകത്തിനും അതിവേഗ റെയിൽ ബജറ്റിൽ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തെ തഴഞ്ഞു. പദ്ധതി ലഭിക്കാത്തതിൽ പേരെടുത്ത് പറയാതെ ഇ ശ്രീധരനും വിമർശനം. സംസ്ഥാനത്തെ അവഗണിച്ചതിന് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ മറുപടി പറയണമെന്നും മുഖ്യമന്ത്രി. അർദ്ധ അതിവേഗ റെയിലാണ് നമ്മൾ ചോദിച്ചിരുന്നത്. BJP സർക്കാരിന്റെ വക്താവെന്ന രീതിയിൽ ഒരു ബഹുമാന്യ വ്യക്തി അതിവേഗ റെയിൽ സമ്മതിച്ചിരിക്കുന്നുവെന്ന് കേരളത്തോട് വിളിച്ചു പറയുന്ന സ്ഥിതിയുണ്ടായി. എന്തോ വരാൻ പോകുന്നു എന്നൊരു തോന്നൽ ആളുകൾക്കെല്ലാം ഉണ്ടായിരുന്നു. കേരളത്തിന്റെ ആവശ്യങ്ങളൊന്നും ബജറ്റിൽ ഇല്ലെന്ന് UDF കുറ്റപ്പെടുത്തി. ഭാവനാശൂന്യമായ ബജറ്റെന്ന് നേതാക്കൾ. കേന്ദ്ര ബജറ്റ് കേട്ടപ്പോൾ കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് നമുക്ക് സംശയം തോന്നി. കാരണം കേരളത്തിനൊന്നുമില്ല, എയിംസും ഇല്ല, അതിവേഗ റെയിൽപാതയും ഇല്ല, കേരളത്തിന് വേണ്ടി ഒന്നുമില്ല. കേരളത്തെ ഇത് സാധാരണ പോലെ തന്നെ അവഗണിച്ചു. അതുകൂടാതെ ഈ പറഞ്ഞതുപോലെ ഒരു ആമ പ്രയോഗമുണ്ട്. അതോടുകൂടി അതൊരു അപമാനിക്കലായിപ്പോയി കേരളത്തെ. പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പായതോടെ ലോക്സഭയിൽ ബജറ്റ് പ്രസംഗത്തിനിടെ കേരളം എന്ന് വിളിച്ച് സംസ്ഥാനത്തു നിന്നുള്ള അംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. 24 തിരുവനന്തപുരം. ഭൂമി കൊടുക്കാത്തതുകൊണ്ടാണ് കേരളത്തിന് എയിംസ് കിട്ടാത്തത് എന്ന BJP ആരോപണത്തിന് മറുപടിയുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. എയിംസിന് കേരളത്തിൽ ഭൂമി അനുവദിച്ചത് അറിയിച്ചതിനു ശേഷം 2024 കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച മറുപടി കത്ത് പരസ്യപ്പെടുത്തിയായിരുന്നു മന്ത്രിയുടെ മറുപടി. കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചതോടെ രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്ന മദ്യം, പുകയില ഉൽപ്പന്നങ്ങളുടെ വില കൂടും. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സ്മാർട്ട് ഫോണുകൾ, ടാബുകൾ എന്നിവയുടെ വില കുറയും. നികുതി കുറച്ചതോടെ ഇലക്ട്രിക് വാഹന ഭാഗങ്ങൾ, സോളാർ പാനൽ എന്നിവയുടെ വിലയിലും കുറവുണ്ടാകും. 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചതോടെ രാജ്യത്ത് പല ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ മാറ്റം വരും. പ്രധാനമായും പ്രമേഹ, ക്യാൻസർ രോഗങ്ങൾക്കുൾപ്പെടെയുള്ള 17 മരുന്നുകൾക്കും വില കുറയും. നികുതി കുറച്ചതോടെ വിമാനഭാഗങ്ങൾ, മൈക്രോവേവ് ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രിക് വാഹന ഭാഗങ്ങൾ, സോളാർ പാനൽ എന്നിവയുടെ വിലയിലും കുറവ് സംഭവിക്കും. ഇതിനു പുറമെ ഇന്ത്യൻ നിർമ്മിത സ്മാർട്ട് ഫോൺ, ടാബുകൾ, ഖേലോ ഇന്ത്യ മിഷൻ പ്രഖ്യാപിച്ചതോടെ കായിക ഉപകരണങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും വില കുറയും. സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറച്ചതോടെ ഈ ഉൽപ്പന്നങ്ങളുടെ വിലയിലും മാറ്റമുണ്ടാകും. എന്നാൽ ആഡംബര വാച്ചുകൾ, ഇറക്കുമതി ചെയ്യുന്ന മദ്യം, സിഗരറ്റ്, പാൻ മസാല, ഗുഡ്ക ഉൽപ്പന്നങ്ങൾ, ടെലിവിഷൻ, ക്യാമറ ഉൽപ്പന്നങ്ങൾ, ഫോട്ടോഗ്രാഫി, റെക്കോർഡിംഗ് ഉൽപ്പന്നങ്ങൾ എന്നിവയും വില കൂടുന്നവയുടെ പട്ടികയിലുണ്ട്. ചില രാസവളങ്ങളുടെ വിലയിലും വർധനയുണ്ടാകുമെന്നാണ് വിവരം. അമോണിയം ഫോസ്ഫേറ്റ്, അമോണിയം നൈട്രോഫോസ്ഫേറ്റ് എന്നിവയുടെ തീരുവയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഇളവ് എടുത്തുകളഞ്ഞതോടെയാണ് വില വർധനയുണ്ടാകാനുള്ള സാധ്യത. കോഫി വെൽഡിംഗ് മെഷീനുകൾക്കുള്ള തീരുവ ഇളവുകൾ നീക്കം ചെയ്തതോടെ ഇവയുടെ വിലയും കൂടും. ഇതോടെ ഈ ഉപകരണങ്ങൾ ആശ്രയിക്കുന്ന കഫേകൾ, ഓഫീസുകൾ എന്നിവിടങ്ങളിലെ ചെലവിലും വർധനയുണ്ടാകും. 24 ഡൽഹി. പ്രവാസികൾക്ക് ആശ്വാസമായി കേന്ദ്ര ബജറ്റ്. പ്രവാസികൾ നാട്ടിലെ വസ്തു വിൽക്കുമ്പോഴുള്ള ആദായ നികുതി നടപടികളിലെ സങ്കീർണതകൾ ഒഴിവാകും. മുൻകൂർ നികുതി അടയ്ക്കാൻ തുക നിക്ഷേപിക്കാനും ടാക്സ് ഡിഡക്ഷൻ അക്കൌണ്ട് നമ്പറിന് പകരം ഇനി മുതൽ പാൻ കാർഡ് മതിയാകുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചു.
നാട്ടിലെ വീടോ വസ്തുവോ വിൽക്കുമ്പോൾ പ്രവാസികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്കാണ് പുതിയ ബജറ്റോടെ പരിഹാരമായത്. വീടോ വസ്തുവോ വിൽക്കുമ്പോൾ വിൽപ്പന തുകയിൽ നിന്നും മുൻകൂർ നികുതി അടയ്ക്കാനും തുക നിക്ഷേപിക്കാനും ടാക്സ് ഡിഡക്ഷൻ അക്കൗണ്ട് നമ്പർ അഥവാ ടാൻ വേണമെന്നായിരുന്നു ഇതുവരെയുള്ള ചട്ടം. ഈ നമ്പർ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം വിൽപ്പന വൈകാനും മുടങ്ങാനും ഇടയാക്കിയിരുന്നു. എന്നാൽ ഇനി മുതൽ TDS പിടിക്കാൻ ടാനിന് പകരം പാൻ കാർഡ് മതിയാകുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു. പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ് പുതിയ ബജറ്റ് നിർദ്ദേശം. ടാൻ നമ്പറിന് പകരം വസ്തു വാങ്ങുന്ന ഇന്ത്യൻ പൗരന്റെ പാൻ നമ്പർ അടിസ്ഥാനമാക്കിയുള്ള ചലാൻ ഉപയോഗിച്ച് TDS ഇടപാട് നടത്താമെന്നാണ് ബജറ്റിലെ നിർദ്ദേശം. 24 ഡൽഹി. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ റോയ് CJയ്ക്ക് കണ്ണീരോടെ വിട. ഡോക്ടർ CJ റോയിയുടെ ആഗ്രഹപ്രകാരം മൃതദേഹം ബെനാർഘട്ടയിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ നേച്ചേഴ്സ് ലക്ഷറി റിസോർട്ടിൽ സംസ്കരിച്ചു. ശിവാജി നഗർ ബൗറിംഗ് ആശുപത്രിയിൽ നിന്ന് ബന്നർഘട്ടയിലേക്കുള്ള അവസാന യാത്ര തുടങ്ങിയത് രാവിലെ 8 മണിക്ക്. ബന്നർഘട്ടയിലെ തന്റെ പ്രിയപ്പെട്ട റിസോർട്ടിലേക്ക് ഒടുവിൽ ഡോക്ടർ റോയ് CJ എത്തി. പ്രിയപ്പെട്ടവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആ കാഴ്ച. ഡോക്ടർ റോയ് CJയെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത് 100 കണക്കിന് പേർ. 2 മണിയോടെ മൃതദേഹം കൽക്കരയിലെ സെയിന്റ് ജോസഫ് ദേവാലയത്തിലേക്ക്, സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം തിരികെ റിസോർട്ടിലേക്ക്, തുടർന്ന് സംസ്കാരം. തന്റെ എല്ലാ വാഹനങ്ങളും ഡോക്ടർ റോയ് CJയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. അവസാന യാത്രയിൽ ഈ വാഹനങ്ങളും അകമ്പടിയായി. പ്രിയപ്പെട്ടവരെ വേദനയിലാഴ്ത്തി ഡോക്ടർ റോയ് CJ മടങ്ങി. എന്തിനായിരുന്നു ഈ തീരുമാനം എന്ന ചോദ്യം ബാക്കി. ടീം 24 ബംഗളൂരു. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് CJയുടെ മരണത്തിൽ ജീവനക്കാരുടെ വാദം തള്ളി പ്രത്യേക അന്വേഷണ സംഘം. വെള്ളിയാഴ്ച IT റെയ്ഡ് നടന്നിട്ടില്ല. ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായിട്ടില്ല എന്നും പോലീസ്. കേരളത്തിൽ നിന്നുള്ള ആദായനികുതി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു. ഇന്നലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തുവന്നത്. 1 മണിക്കൂറോളം ആദായനികുതി വകുപ്പ് ഡോക്ടർ റോയ് CJയെ ചോദ്യം ചെയ്തുവെന്നായിരുന്നു ജീവനക്കാരുടെ മൊഴി. എന്നാൽ പോലീസ് ഇത് നിരാകരിച്ചു. 3 മണിയോടെയാണ് ഡോക്ടർ റോയ് ഓഫീസിലെത്തിയത്. സ്വന്തം മുറിയിലേക്ക് പോയി വെടിയുതിർക്കുകയായിരുന്നു. ആദായനികുതി ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായിട്ടില്ല എന്നും പോലീസ് പറയുന്നു. വെള്ളിയാഴ്ച IT റെയ്ഡ് നടന്നിട്ടില്ല. നേരത്തെ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത സീൽ ചെയ്ത് സൂക്ഷിച്ച ഫയലുകൾ പരിശോധിക്കുക മാത്രമാണ് ചെയ്തത്. IT ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തുവെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം കോൺഫിഡന്റ് ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സിലെത്തി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. ഇതിനുശേഷമാണ് പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയത്. 24 ബംഗളൂരു. കാര്യവട്ടത്തെ ഇന്ത്യ ന്യൂസിലാൻഡ് 2020 മത്സരത്തിനിടെ സ്റ്റേഡിയത്തിൽ കുടിവെള്ളത്തിന് അമിത വില ഈടാക്കിയ സംഭവം പരിശോധിക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. കാണികൾക്കുണ്ടായ സൗകര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും KCA. 24 വാർത്തയെ തുടർന്നാണ് ഇടപെടൽ. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. റിനു, ഇത് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമായിരുന്നു. ഇപ്പോൾ എന്താണ് KCAയുടെ വിശദീകരണം? അമൃത പടിക്കൽ, ഇന്നലെ കാര്യവട്ടത്ത് നടന്ന ഇന്ത്യ ന്യൂസിലൻഡ് 2020 മത്സരവുമായി ബന്ധപ്പെട്ട് കാണികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. അതായത് 10 രൂപയുടെ വെള്ളത്തിന്, ഒരു ബോട്ടിൽ വെള്ളത്തിന് 100 രൂപയും 20 രൂപയുടെ ബോട്ടിൽ വെള്ളത്തിന് 200 രൂപയുമാണ് ഈടാക്കിയത് എന്നുള്ളതാണ്. ഇതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. തുടർന്ന് 24 ഇത് വാർത്തയാക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇത് ഗൗരവതരം തന്നെയെന്നാണ് KCA വിലയിരുത്തുന്നത്. അന്താരാഷ്ട്ര മത്സരങ്ങളുടെ പാനീയങ്ങളുടെ സ്പോൺസറെ BCCI ആണ് നിശ്ചയിക്കുന്നത്. അങ്ങനെ BCCI നിശ്ചയിച്ച ഈ കരാറിൽ വിൽക്കേണ്ട തുക കൃത്യമായി നൽകിയിരുന്നു. 10 രൂപയ്ക്കും അതായത് 200 മില്ലി ലിറ്റർ കുടിവെള്ളത്തിന് 10 രൂപയും 250 മില്ലി ലിറ്റർ എനർജി ഡ്രിങ്കിന് അല്ലെങ്കിൽ ജ്യൂസ് എന്നിവയ്ക്ക് 50 രൂപയുമാണ് പരമാവധി വില നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ കരാറുകാർ അത് ലംഘിച്ചു എന്നുള്ളതാണ്. കൃത്യമായി ബോർഡ് വെക്കണമെന്നുള്ള നിയമം പോലും ഉണ്ട്. പക്ഷെ അതൊന്നും പാലിച്ചില്ല എന്നുള്ളതാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വിലയിരുത്തുന്നത്. ഇതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. കൃത്യമായി ഇടപെടുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു അപാകത ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഈ കരാറുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുവാനുള്ള നടപടി എടുക്കുമെന്നും KCA പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. അമൃത. ശരി, റെനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള LDFന്റെ മേഖലാ ജാഥകൾക്ക് തുടക്കം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ കാസർകോട് കുമ്പളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മതവികാരം ഇളക്കിവിടാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നുവെന്നാരോപിച്ച മുഖ്യമന്ത്രി പ്രതിപക്ഷ സംഘടനകളെ രൂക്ഷമായി വിമർശിച്ചു.
കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയുടെ തുടക്കം. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന പ്രതിപക്ഷത്തിന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയുടെ വർഗീയ നിലപാട് ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിയുടെ മറുപടി. MLA ഒക്കെ ആയിരുന്ന ഒരാളുടെ വലിയ പ്രസംഗം പലയിടത്തും ഇപ്പോൾ പരാമർശിക്കപ്പെട്ടല്ലോ. രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും മതവികാരം ഇളക്കി വിടാനാണല്ലോ നോക്കുന്നത്. അവര് അധികാരത്തിന് പുറത്താണ്. അധികാരത്തിന് പുറത്ത് ഞങ്ങൾ നിർത്തിയതല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ചെയ്തിയാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. അധികാരത്തിലെത്താൻ UDF സ്വീകരിക്കുന്ന മാർഗങ്ങൾ ജനം വിലയിരുത്തുന്നുണ്ട്. വർഗീയ ശക്തികളോട് വിട്ടുവീഴ്ച സ്വീകരിക്കില്ലെന്നും കാസർഗോഡ് മഞ്ചേശ്വരത്ത് നടന്ന ഉദ്ഘാടന പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നറിയിപ്പ്. വർഗീയ സംഘർഷമുണ്ടായോ കർക്കശമായ ഇടപെടലുണ്ടാവും. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ വർഗീയ ശക്തികളെ നേരിടും. തല പൊക്കുമ്പോൾ തന്നെ അതിനനുവദിക്കില്ല. ഒരു വർഗീയതയുമായും ചാരി നിൽക്കില്ല. ഒരു വർഗീയതയും സംരക്ഷിക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ജനപിന്തുണ തിരിച്ചുപിടിക്കുകയാണ് പ്രചരണ ജാഥയിലൂടെ LDF പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ ഈ മാസം 3-നും ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥ 6-നുമാണ് ആരംഭിക്കുക. ജാഥയിലൂടെ അണികളെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജ്ജരാക്കാനാകുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. 24 കാസർഗോഡ്. ജീവിതത്തിൽ കൃത്യമായ പദ്ധതിയുണ്ടെങ്കിൽ ഭാവിയെക്കുറിച്ച് ധാരണയുണ്ടാകുമെന്ന് കിറ്റക്സ് MD സാബു M ജേക്കബ്. 2000-ന് മുൻപ് ട്രേഡ് യൂണിയനായിരുന്നു വ്യവസായത്തിന്റെ പ്രതിസന്ധിയെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ മേധാവിത്വമാണ് തടസ്സമാകുന്നത്. കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു സാബു M ജേക്കബ്. പിതാവിന്റെ സ്വപ്നമായ വ്യവസായത്തിനൊപ്പം നാട് വളരണമെന്നത് ആശയത്തിന്റെ ഭാഗമാണ്. ഒരു മോഡൽ ഗ്രാമം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനത്തിന് കാരണമായതെന്ന് കിറ്റക്സ് മാനേജിംഗ് ഡയറക്ടർ സാബു M ജേക്കബ്. രാഷ്ട്രീയവും വ്യവസായവും ഭാവിയും ചർച്ചയായ വേദിയൊരുക്കിയത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ സമ്മിറ്റാണ്. കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം പലതും പഠിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ഉദ്യോഗസ്ഥരും അതേ വഴി സ്വീകരിക്കുന്നതാണ് നാടിന്റെ പ്രശ്നമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു ലോക്കൽ ചെറിയ ഒരു ഓഫീസിലെ ക്ലാർക്ക് തുടങ്ങി ഇവരെല്ലാവരും പരമാവധി ഒരു ഇൻഡസ്ട്രിയെ ഹരാസ് ചെയ്യുന്നുള്ളതാണ്. അവർ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ they will find something. അവർ അന്ന് മുതൽ നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഭാവിയെ കണ്ടുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ടു പോകാൻ കാരണമാകുന്നതെന്നും മലയാളിയുടെ മൈൻഡ് സെറ്റ് മാറ്റിയാൽ മുന്നോട്ടുള്ള പാത സുഗമമാകുമെന്നും സാബു M ജേക്കബ് പറഞ്ഞു. മതവും രാഷ്ട്രീയവും ഇടകലരുന്നത് ഈ നാടിന്റെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് എന്ന വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. എഴുത്തുകാരൻ റാം മോഹൻ പാലിയത്ത് ചർച്ച മോഡറേറ്റ് ചെയ്തു. 24 കൊച്ചി. വാർത്താമഴ പൂർണ്ണമാകുന്നു.